പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ NPK എങ്ങനെ നമ്മൾ ചെടികൾക്ക് അപ്ലൈ ചെയ്യുന്നു. നമ്മൾ ആവശ്യത്തിന്, അതായത് ഇതിനൊരു റേഷ്യോ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു മീഡിയം സൈസ് ചെടിയൊക്കെ ആണെങ്കിൽ ഒരു 5 ഗ്രാം 5 ഗ്രാം ഒക്കെ മതിയാവും മാക്സിമം. ഒരു 3 to 5 ഗ്രാംസ് ആണ് ഒരു മീഡിയം സൈസ് ചെടിക്ക് ആവശ്യമുള്ളത്. വലിയ സൈസ് ചെടികളൊക്കെ ആണെങ്കിൽ 5 ഗ്രാം to 8 ഗ്രാം വരെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടനവധി വെള്ളത്തിൽ കൂടെ നോർമൽ നമ്മൾ വാട്ടർ സ്യൂലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓവറായിട്ട് കൊടുക്കുന്നില്ല. വാട്ടർ സ്യൂലബിൾ ആയാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഈ NPK നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഒരു 10-15 ദിവസത്തിനുള്ളിൽ നമ്മൾ 2 പ്രാവശ്യം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആഴ്ചയിൽ ഒരു വട്ടം അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളൊരു രീതി. അതിൽ പിന്നെ നമ്മൾ ഓരോ ദിവസം ഓരോ ഫെർട്ടിലൈസറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ കഴിഞ്ഞാൽ ഒരു 3 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നതാണ്. അത് നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള അളവിലാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത്. ആ വെള്ളത്തിലാണ് നമ്മൾ ഇതിന് വാട്ടർ സ്യൂലബിൾ ആയിട്ടുള്ള NPK ആയാലും ബാക്കി എന്ത് സാധനങ്ങളായാലും നമ്മൾ ഒരുവിധം വാട്ടർ സ്യൂലബിൾ ആയിട്ടുള്ളതാണ് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി നമ്മൾ ചെടികൾക്ക് ആവശ്യത്തിന് ഫെർട്ടിലൈസറുകൾ ഓർഗാനിക് ആയിട്ടുള്ള നമ്മൾ ചെടികൾക്ക് കിടക്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പോഴായാലും അതല്ലെങ്കിൽ റീപ്പോർട്ട് ചെയ്യാതെ നമ്മളിപ്പോൾ ഈ സമയങ്ങളിലൊക്കെ റീപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ചില ചെടികളൊക്കെ നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ കണ്ടന്റുകളും നമ്മൾ ഓർഗാനിക് ആയിട്ട് നമുക്ക് കിട്ടുന്ന വളങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മൾ വെള്ളത്തിൽ കൂടെ നമുക്ക് കുറേശ്ശെങ്കിലും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസറുകൾ നമ്മൾ കൊടുക്കാന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ NPK എന്ന് പറയുന്നത് നമുക്ക് ചെടികൾക്ക് ആവശ്യമുള്ളൊരു സംഭവമാണ്. എല്ലാ പ്ലാന്റ്സിനും NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, ഈ സംഭവം 3 ഭാഗങ്ങളും നമ്മളെ ചെടികൾക്ക് ആവശ്യമുള്ളതാണ്. ഈ ഒരു NPK 19-19-19 എന്ന് പറഞ്ഞ ഈ ഒരു ഐറ്റത്തിൽ NPK മാത്രമല്ല ഉള്ളത്. ഇത് പിന്നെയും മൈക്രോന്യൂട്രിയൻസ് പിന്നെയും അടങ്ങിയിട്ടുണ്ട്. സിങ്ക്, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ മൂലകങ്ങൾ ഇതിൽ വീണ്ടും അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും റേഷ്യോ ഇതിൽ ഉണ്ടാവില്ല. സംഭവം അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാന്റിന് അപ്ലൈ ചെയ്യുകയും നമ്മൾ നോർമൽ രീതിയിൽ ഇത് മാത്രം ഇട്ട് കൊടുക്കുക എന്നുള്ള ഒരു സംഭവമില്ല. എല്ലാ വളങ്ങളും നമുക്ക് ചെടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്ലൈ ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണാം. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് നമ്മൾ വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നുണ്ട്. നമ്മൾ ചെടികളുടെ കടയ്ക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ അതിൽ പിന്നെ വെള്ളം അപ്ലൈ ചെയ്യും. ഈ 3 രീതിയിലാണ് ഞാനിവിടെ ഉപയോഗിക്കാറ്. നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതിലേത് രീതിയിൽ നിങ്ങൾക്ക് NPK നിങ്ങളുടെ ചെടികൾക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ NPK അപ്ലൈ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഞാനതിൽ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതിൽ ഒരു 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മളെ NPK 1 ടീസ്പൂണ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്കൊരു 5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണ് 2-2.5 ടീസ്പൂൺ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെടികളിൽ നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യും. ഇത് നമ്മൾ ഇലകളൊക്കെ നന്നായി വന്ന് ഇപ്പോൾ ഈ സീസണിൽ നമ്മൾ പുതിയ പ്ലാന്റ് അല്ല, ഇലകളൊക്കെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു രീതി എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ചെടിയുടെ ചോട് നന്നായി ഇളക്കുക. കോഡക്സിനോട് ചേർന്നിടാതെ ഈ കട്ടിയുടെ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇളക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂണിന്റെ പകുതി, ഇതിന്റെ ഒരു പകുതി ഞാൻ എടുക്കും. ഇത് ജസ്റ്റ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത്
അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ടീസ്പൂൺ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഈ ചെടിക്ക് ഞാനൊരു 3-4 ദിവസമായി വെള്ളം ഒഴിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഈ NPK ഇടുമ്പോൾ തന്നെ നമ്മൾ ഇതിൽ നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യുക. അത് ഒത്തിരി വെള്ളം ഒഴിക്കരുത്. നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്, നമ്മൾ ചെടിക്ക് എന്തൊരു ആവശ്യം വെള്ളം എന്തൊരു ആവശ്യം എന്നുള്ളത്. ആ രീതിയിലാണ് നമ്മൾ നമ്മളെ പ്ലാന്റിന് വെള്ളം കൊടുക്കുന്നത്. ഇതാണ് NPK അപ്ലൈ ചെയ്യുന്ന ഒരു രീതി. ഇത് നമ്മൾ സ്പ്രേ ചെയ്യാം. അപ്പം നമ്മളിതിൽ NPK നമ്മൾ ഇട്ടിട്ടുണ്ട് 2 ലിറ്ററിൻ്റെ വെള്ളത്തിൽ. ഇതിപ്പോൾ ഒരു ചെടി ഇതിലും ഫ്ലവറൊക്കെ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഇതിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം ഫെർട്ടിലൈസറുകൾ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറുകൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്കൊരു എല്ലാം ഒരുമിച്ച് കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ഒരു 3 ദിവസം വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിൽ കൂടെ തന്നെ നമ്മൾ വാട്ടർ സോലബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസറുകൾ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ചെടിയുടെ എല്ലാ ഭാഗത്തും നമുക്ക് ഇലകളിലും എല്ലാ ഭാഗത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ മതി. ഇതാണ് രണ്ടാമത്തെ രീതി. ഈ ചെടികളിൽ ഇലകളിലും എല്ലാറ്റിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു രീതി. മൂന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബക്കറ്റിൽ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ നന്നായി നടക്കി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ബക്കറ്റിൽ NPK ഒന്നുണ്ട്. ഇത് വാട്ടർ സൊല്യൂബിൾ ആയതുകൊണ്ടാണ്. NPK ഒരുവിധം കിട്ടുന്നതും വാട്ടർ സൊല്യൂബിൾ ആയിരിക്കും. നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടുന്നതൊക്കെ വാട്ടർ സൊല്യൂബിൾ ആയിരിക്കും. ഇത് ഞാൻ ഈ ചെടിക്ക് എടുക്കുന്നത് ഈ കപ്പിന്റെ ഒരു 1/4 ഭാഗം വെള്ളം മാത്രമേ ഈ NPK ഇട്ടിട്ടുള്ളത്. ഇതാണ് നമ്മളൊരു മൂന്നാമത്തെ രീതിയിൽ നമ്മൾ NPK അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ചെടി ഇപ്പോൾ വെള്ളം ഒഴിച്ച് കംപ്ലീറ്റ് വെള്ളം താഴത്തേക്ക് ഇറങ്ങി പോകും. നമ്മൾ ചെടിക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇതിൽ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചെടിയുടെ ഈ പ്രോഡക്ട്സ് ഭാഗം കേടായി പോകും. അപ്പം അത് നമുക്ക് വലിയൊരു നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. എല്ലാവരും സ്നേഹിക്കുന്ന ആൾക്കാർ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ NPK ഫെർട്ടിലൈസറുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇത് ഈ പഴത്തൊലി ഉണക്കി പൊടിച്ചത്, അതുപോലെ ചാണകം ഉണക്കി പൊടിച്ചത്, അതുപോലെ നമ്മളെ ചായപ്പൊടി ഉണക്കിയത്, ഇതെല്ലാം നമുക്ക് ഓൾറെഡി ഞാനിതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാത്തത്. ഇപ്പോൾ ഇതിൽ NPK നമ്മൾ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. എനിക്ക് ഇത്രയും ചെടികൾക്ക് നമുക്ക് ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. ചിലതിന് നമ്മൾ സ്പ്രേ ചെയ്യും, ചിലതിന് നമ്മൾ ഇങ്ങനെ വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം, നിങ്ങളുടെ ചെടികളുടെ കണ്ടീഷനും ആരോഗ്യവും കാര്യങ്ങളനുസരിച്ച് നിങ്ങൾ ആ ചെടികൾക്ക് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ബൈ. Thank you.